നമസ്കാരം. ഏവരെയും ഞെട്ടിച്ചുകൊണ്ടാണ് രോഹിത് ശർമ്മ ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്നും വിരമിക്കുന്ന വാർത്ത എല്ലാവരെയും തേടി കഴിഞ്ഞ ദിവസം എത്തിയത്. ഇന്ത്യ ഇംഗ്ലണ്ട് 5 മത്സര ടെസ്റ്റ് പരമ്പര ആരംഭിക്കാൻ ഒരു മാസം മാത്രം ബാക്കി നിൽക്കവെയായിരുന്നു അദ്ദേഹത്തിന്റെ ഈ തീരുമാനം, അതായത് രോഹിത്തിന്റെ വിരമിക്കൽ പ്രഖ്യാപനം എത്തിയത്. ഇത് BCCIയെയും ആരാധകരെയും ഒരുപോലെ സഹതാരങ്ങളെയും ഞെട്ടിച്ച ഒരു വിഷയം തന്നെയാണെന്ന് നമുക്ക് വിശദീകരിക്കാൻ സാധിക്കും. ഇന്ത്യൻ ടെസ്റ്റ് ടീമിന്റെ നായക സ്ഥാനത്ത് നിന്ന് രോഹിത്തിനെ മാറ്റാൻ BCCI വളരെയധികം തന്നെ ആലോചിക്കുന്നുണ്ടെന്നുള്ള വലിയ സൂചനകളും കിംവദന്തികളും പ്രചരിക്കുന്ന സമയത്തു കൂടിയായിരുന്നു രോഹിത്തിന്റെ വിരമിക്കൽ വാർത്ത ഏറ്റവും കൂടുതൽ പ്രേക്ഷകരുടെ അടുത്ത് എത്തിയത്. അതുകൊണ്ട് തന്നെ BCCIയുടെ ഈ നീക്കമാണോ രോഹിത് ശർമ്മയെ പെട്ടെന്ന് വിരമിക്കാൻ തീരുമാനിപ്പിച്ചത് എന്ന ചർച്ചകൾ വളരെയധികം തന്നെ സജീവമായി നമ്മുടെ ഇടയിൽ തന്നെ നിൽക്കുന്നുണ്ട്. ഏകദിന ഫോർമാറ്റിൽ നിന്ന് കൂടി രോഹിത് വിരമിക്കാൻ തന്നെ ഒരുങ്ങുകയാണ് എന്ന ചോദ്യങ്ങൾ ഇപ്പോഴിതാ വരികയാണ്. ഈ വർഷം ആദ്യം നടന്ന ICC ഏകദിന ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യയെ കിരീട നേട്ടത്തിലേക്ക് എത്തിച്ചത് ശരിക്കും പറഞ്ഞാൽ രോഹിത് ശർമ്മയുടെ പോരാട്ടം തന്നെയായിരുന്നുവെന്ന് പറയാം. എങ്കിലും ഈ ടൂർണമെന്റിലെ ആദ്യ മത്സരങ്ങളിൽ രോഹിത് ഒട്ടും ഫോമിലല്ലായിരുന്നു. വ്യാപക സൈബർ അറ്റാക്കും കളിയാക്കലുകളും താരത്തെ തേടി എത്തിയിട്ടുണ്ടായിരുന്നു. നിലവിൽ T20 ഫോർമാറ്റിൽ നിന്നും ടെസ്റ്റ് ഫോർമാറ്റിൽ നിന്നും വിരമിച്ച രോഹിത് ശർമ്മ ഇപ്പോൾ ഇന്ത്യയുടെ ഏകദിന ടീമിലെ നായക സ്ഥാനം അലങ്കരിക്കുകയാണ്. ഈ ഫോർമാറ്റിൽ നിന്നുകൂടി താരം വിരമിക്കുമോ എന്ന മാധ്യമപ്രവർത്തകന്റെ ഒരു ചോദ്യത്തിന് മറുപടി നൽകിയിരിക്കുകയാണ് ഇന്ത്യൻ ഏകദിന ടീം ക്യാപ്റ്റനായ രോഹിത് ശർമ്മ. മുതിർന്ന മാധ്യമപ്രവർത്തകനായ വിമൽ കുമാറാണ് താരത്തിന്റെ ഏകദിന റിട്ടയർമെന്റ് ഉണ്ടാകുമോ എന്ന ചോദ്യം ചോദിച്ചത്. ഈ ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം നൽകുകയാണ് രോഹിത്. ഇപ്പോൾ ഏകദിനത്തിൽ നിന്ന് ഇപ്പോൾ വിരമിക്കണം എന്നതിനെ കുറിച്ച് ഞാൻ ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. തനിക്ക് വ്യക്തമായി അറിയാമെന്നും രോഹിത്തിന്റെ മറുപടി പറയുന്നുണ്ട്. ഞാൻ മുമ്പ് കളിച്ച രീതിയിൽ നിന്ന് ഇപ്പോഴും എൻ്റെ ബാറ്റിംഗ് ശൈലി മാറ്റിയിട്ടുണ്ട്. മുൻപ് ആദ്യ 10 ഓവറിൽ തന്നെ 30 കളിച്ച് 10 റൺസ് മാത്രമേ നേടാറുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ 20 പന്ത് കളിച്ചാൽ 30, 35 അല്ലെങ്കിൽ 40 റൺസ് നേടാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു ദിവസം ഞാൻ 80 റൺസ് ആദ്യ 10 ഓവറിൽ നേടുകയാണെങ്കിൽ അതും നല്ലതാണ് എന്ന് രോഹിത് ശർമ്മ പറഞ്ഞു. ഞാൻ എൻ്റെ ഭാഗം ചെയ്തിട്ടുണ്ട്. ഞാൻ നേടേണ്ട റൺസ് നേടിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ക്രിക്കറ്റ് മറ്റൊരു രീതിയിൽ കളിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ തുടർച്ചയായി 20 അല്ലെങ്കിൽ 30 റൺസ് നേടി കളിച്ചുകൊണ്ടിരിക്കും എന്ന് നിങ്ങൾക്ക് തോന്നണമെന്നില്ല. ഒരു ദിവസം ഫീൽഡിൽ തന്നെ ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ ചെയ്യാൻ കഴിയുന്നില്ലെന്ന് തോന്നിയാൽ ഞാൻ കളിക്കുന്നതൊക്കെ നിർത്തും, അത് ഉറപ്പാണ്. പക്ഷേ ഇപ്പോൾ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ടീമിന് സഹായകരമാണ് എന്ന് തനിക്കറിയാം. ഇതാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തത്. തന്റെ ടെസ്റ്റ് കരിയറിന് വിരാമം കുറിച്ച് രോഹിത് ശർമ്മ ഇപ്പോൾ ഇന്ത്യയുടെ ഏകദിന ടീമിൽ മാത്രമാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഈ സാഹചര്യം മുന്നിൽ കണ്ടു തന്നെയാണ് എല്ലാവരും രോഹിത്തിനോട് ഈ ചോദ്യം ചോദിക്കുന്നത്. രോഹിത്തിന്റെ ഭാവി ഉദ്ദേശം എന്താണെന്ന് തന്നെയാണ് എല്ലാവർക്കും അറിയേണ്ടത്. ഏകദിനത്തിൽ കൂടി വിരമിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എന്നാണ് എല്ലാവരും ചിന്തിക്കുന്നത്. ഇതിന് പിന്നാലെയായിരുന്നു കോഹ്ലിയുടെ വിരമിക്കൽ വാർത്തയും വന്നത്. ഈ സൂചനകളും വാർത്തയും എല്ലാം തന്നെ എല്ലാവരെയും ഞെട്ടിക്കുന്നതായിരുന്നു. ശരിക്കും അപ്രതീക്ഷിതമായി ഞങ്ങൾക്കാണ് അടിയേറ്റതെന്ന് പ്രേക്ഷകർ പറയുന്നു.